അള്ളാഹുവിന്റെ ഖദറിലേക്ക് എത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തിയുടെ മേഖല. അള്ളാഹു നിശ്ചയിച്ച അവന്റെ ഖദറിലേക്ക് അവർക്ക് ഒരു പരിഭവവും ഇല്ല. അവർക്ക് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥിതികളോട് ഒരു പരിഭവവും ഇല്ല, ഒരു ആശങ്കയുമില്ല അവരെ സംബന്ധിച്ച്. കാരണം അവർക്കറിയാം ഇത് എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ ഖദറാണെന്ന് അവർക്കറിയാം. ഇവര് പറയണ വെറുതെ ഇരുന്നിട്ടല്ല അള്ളാന്റെ ഖദറല്ല ഞാൻ പറയണത്. ഇപ്പൊ കയ്യ് തീയിൽ വെച്ച് പൊള്ളിയാൻ അവനറിയാതെ അള്ളാഹുവിന്റെ ഖദറാണെന്ന്. അത് അള്ളാഹുവിന്റെ ഖദറാണ്. അതിന് പൊള്ളല് കയ്യ് തീയിൽ വെച്ചിട്ട് അവനറിയാം. അതിന് ആകെ ബേജാറാവൂല, അവൻ ആശങ്കപ്പെടൂല, അവനറിയാം അത് അവിടെ വെച്ചാ പൊള്ളുന്നു. അല്ല ഇവര് പറയണ്ടല്ലോ അള്ളാന്റെ ഖദറാണ്, നിങ്ങൾ എന്താ ചെയ്യാ, എനിക്ക് 15 കുട്ടികളെ കിട്ടിയ അള്ളാന്റെ ഖദർ അങ്ങനെയാണ്, ഞാനിപ്പോ എന്താ കാറ്റാന്നല്ല. അവന് 15 കുട്ടികളെ കിട്ടാനുള്ള കാരണങ്ങൾ അവന് ചെയ്തിട്ടുണ്ടാവും. ആ കാരണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ ഖദറാണത്. ഈ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ബേജാറില്ല, വിഷമങ്ങളില്ല, പ്രശ്നങ്ങളില്ല, അവന് അതിനെക്കുറിച്ച് അലട്ടലില്ല. അത് അള്ളാഹുവിന്റെ ഇവൻ എത്തിപ്പെടുന്ന മേഖലയുടെ തുടക്കാണത്. അവന്റെ ഇസ്സത്ത് കൊണ്ടും കിബ്ർ കൊണ്ടും അള്ളാഹുവിനോട് മത്സരിക്കാതിരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഗുണങ്ങളിലേക്കും വിശേഷണങ്ങളിലെയും കീഴിലേക്ക് അവൻ ഇഖ്ലാസോടുകൂടി അതിനെ ഏറ്റെടുക്കുമ്പോൾ ആ സമയത്താണ് അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടുന്നത്. അതാണ് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായിഉനക തഹത ശജറത്ത്. ഏത് ശജറത്തിന്റെ കീഴിലാണ് അവര് നിൽക്കുന്നതെന്ന് നോക്കണം. ഏത് ശജറത്തിന്റെ കീഴിലാണ് അവര്? അള്ളാഹുവിന്റെ അസ്മാകളുടെയും അള്ളാഹുവിന്റെ സിഫാത്തുകളുടെയും. അള്ളാഹുവിന്റെ ഒരു അസ്മാണ്, ഒരു സിഫാത്താണ് സമീഉം ബസീറാന്നുള്ളത്, അല്ലെ? അള്ളാഹുവിന്റെ സിമാത്തുകൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്. ഏതാ അള്ളാഹുവിന്റെ സിമത്തില്ലാത്ത ഒരു വസ്തു എന്ന് പറഞ്ഞാണ്? അതാണ് അള്ളാഹുവിന്റെ അസ്മാകൾ. അതാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സിമത്തുകൾ, അടയാളങ്ങളില്ലാത്ത, അവന്റെ കയ്യൊപ്പ് പതിയാത്ത ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവില്ല. അതിനെക്കുറിച്ച് ഇവന് വ്യക്തമായ അറിവിലേക്ക് എത്തുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അസ്മാവിന്റെ കീഴിൽ അവൻ എത്തുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്ന് പറഞ്ഞാൽ സമീർ എന്നുള്ളത് അവന്റെ ഒരു വിശേഷണമാണ്, ബസീർ എന്ന് പറയുന്നത് അവന്റെ ഒരു വിശേഷണമാണ്. ആ എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുക. അതന്നെയല്ലേ അള്ളാഹു പറഞ്ഞ ഫജഅൽനാഹു സമീഅൻ ബസീറ എന്ന് പറഞ്ഞതാണ് ഖുർആൻ. മനുഷ്യനെ ഞാൻ സമീഉം ബസീറുമാക്കി, മനുഷ്യനെ ഞാൻ സമീഉം ബസീറുമാക്കി എന്ന് ഖുർആൻ പറഞ്ഞതാണത്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകളിലേക്കും സിഫാത്തുകളെയും ഉൾക്കൊള്ളുകയും അതിന്റെ കീഴിലേക്ക് അവൻ വരികയും അവൻ ഇഖ്ലാസോടുകൂടി ആ ഗുണങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വേളയിൽ അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടും. വറളു അൻഹു, ആ ഗുണങ്ങളെ മുഴുവൻ അവൻ സ്വീകരിക്കാൻ അവർക്കും തൃപ്തിയാണ്. അവർക്കും അതിനെക്കുറിച്ച് ബേജാറില്ല, അതിനോട് വെറുപ്പില്ല. ഇതാണ് ലഖദ് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞാലും ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായിഉനക തഹത ശജറത്തി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നിട്ട് പിന്നെ കൈ കൊടുത്ത് കരാർ എഴുതലല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആയത്ത് ഇന്ന് എന്തിനാണ് ഈ ആയത്തുകൾ ഇന്ന് വെട്ടിക്കാണി? ഈ ആയത്ത് ഇന്നിപ്പോ നമുക്ക് എന്തിനാ അതിന്റെ ആവശ്യം എന്താണ്? ഇന്ന് നമുക്ക് അതിന്റെ ആയത്ത് ഇന്നിപ്പോ ആരെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് കരാർ എഴുതാൻ പോകുന്നുണ്ടോ? നിങ്ങളോ ഞാനോ പോകുന്നുണ്ടോ? മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നിട്ട് കരാർ എഴുതാൻ പോകുന്നുണ്ടോ? ഇതാണ് അവര് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ഷജറത്തിന് കീഴിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഷജറത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഗുണവിശേഷണങ്ങളുടെ മൂർത്തിഭാവമാണ് അവന്റെ ഷജറത്ത്. ആ ഷജറത്തിന്റെ കീഴിലേക്ക് ഇവൻ ഒതുങ്ങി വരികയാണ്. അതിനപ്പുറത്തേക്ക് അവൻ പോകാൻ തയ്യാറല്ല. അതാണ് അതിന്റെ കീഴിലേക്ക് വരികയാണ്. അതാണ് തഹത ഷജറത്തി. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ പോകാൻ തയ്യാറല്ല. ഇത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമാത്തോടുകൂടി അതിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാണ് ബൈഅത്ത്. അതിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാണ് അവന് ഈ ഗുണങ്ങളെ മുഴുവൻ. അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായ മനുഷ്യരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇവർ അള്ളാഹുവിനും തൃപ്തിയാണ്, അവർക്ക് ഒരു ബേജാറുമില്ല. അവന്നെ പ്രശ്നം. അതാണ് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായിഉനക തഹത ഷജറത്തി. ഇനി അതിനെ ചരിത്രപരമായിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഹുദൈബിയ സന്ധി എഴുതിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ വിശ്വസിക്കും. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വായിക്കാണ്. എനിക്ക് ഈ ആയത്ത് ഇന്നും പ്രായോഗികമാണ്. കാരണം അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും
ഉൾക്കൊള്ളേണ്ട ഒരു തലത്തിലേക്ക് ഞാൻ ചെല്ലണം എന്നായി പറയുന്നത്. അത് ഇഖ്ലാസോടുകൂടി ഏറ്റെടുക്കണം എന്നാ പറയുന്നത്. അവിടെ കളങ്കം പാടില്ല, കാപ്പട്യം പാടില്ല. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും ഉൾക്കൊണ്ട് അതിന് കീഴ്പ്പെട്ട് അതിന് കീഴൊതുങ്ങി അതിന്റെ കീഴിലേക്ക് ഒതുങ്ങി ഇവൻ വരണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു.